അസ്സാം വലൈക്കും വറഹമത്തുള്ള അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വഅല ആലിഹി വസ്ഹാബി അജ്മൈൻ അമ്മാബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധമുണ്ടാവേണ്ടതുണ്ട്. ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് അവൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ആവശ്യങ്ങൾ സമ്പാദിച്ച് കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ ചുമതലയാണ്. വർ റജുലു റാഇൻ ഫി അഹ്ലിഹി, തൻ്റെ കുടുംബത്തിലെ മേൽനോട്ടം വഹിക്കേണ്ടത് പുരുഷനാണ്. വഹു മസ്ഊൽ റഅയ്യത്തിഹി, അവിടെയുള്ള ആളുകളെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. ഇപ്പോൾ ഈ വാപ്പാരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി നാട്ടിലും ഗൾഫിലൊക്കെ ആയി ജീവിക്കുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ചെയ്യുന്നത്. അതൊരു കടമയാണെന്നുള്ളത്. എന്നാൽ അതേസമയം ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്താണ്? വൽ മർഅതു റാഇയത്തുൻ ഫി ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീടിൻ്റെ സംരക്ഷണം, വീടിൻ്റെ കാവൽ പൂർണ്ണമായും ഒരു സ്ത്രീക്കാണ്. അവിടെയും പ്രവാചകൻ പറഞ്ഞു മസ്ഊലത്തുൻ അൻ റഅയ്യത്തിഹ, അവിടെയുള്ള ആളുകളെക്കുറിച്ച് അവളോട് ചോദിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുജോലിയും അടുക്കള ജോലിയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും പ്രധാനം അവിടെയുള്ള കുട്ടികളുടെ ചുമതലകളാണ്. അതായത് നിരന്തരമായി പരിചരണം ആവശ്യമുള്ള, സംരക്ഷണം ആവശ്യമുള്ള ആളുകളാണ് കുട്ടി. നിങ്ങൾ ആലോചിച്ച്, ഒരു കുട്ടിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ആ കുട്ടി അപകടത്തിൽപ്പെട്ടു പോവും, മരിച്ചു പോവും. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് വീട്ടിലുള്ള ഉമ്മയുടെ കയ്യിലാണ്. ആ ജീവൻ്റെ സുരക്ഷ എന്നുള്ളത്, അതുകൊണ്ട് ഉമ്മയ്ക്ക് എവിടെയും പോകാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. ആ കുട്ടിയുടെ സുരക്ഷ ഉറപ്പിക്കൊടുത്തിക്കൊണ്ട് മാത്രമേ ആ ഉമ്മയ്ക്ക് എങ്ങോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. അപ്പോൾ അത് നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്ക് ആ ചുമതല ഉണ്ടായിരുന്നു. അതവർ നിർവഹിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കും ആ ചുമതലയുണ്ട്. എന്നാൽ ഇന്ന് പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഉമ്മമാർ, സ്ത്രീകളൊക്കെ എന്താണ്, വലിയ ഡിഗ്രികളും അതേപോലെ തന്നെ വലിയ പദവികളൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്ക് പോകണം. ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കാലങ്ങളിലൊക്കെ എന്താ വെച്ചാൽ സ്ത്രീകളൊക്കെ സ്വീകരിച്ച ജോലി ഒന്നുമില്ലെങ്കിൽ നാടൻ തൊഴിലുകൾക്ക് പോകും. അപ്പോൾ എല്ലാ പണിയും തീർത്ത് വെച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ പോകുന്നു, വൈകുന്നേരം നമ്മൾ സമയമാകുമ്പോൾ തിരിച്ചു വരുന്നു. മറ്റു ചില ആളുകൾ എന്ത് ചെയ്യുന്നു, പിന്നെ സ്കൂൾ ടീച്ചർമാരെ പോലെയൊക്കെയുള്ള ജോലികളാണ്. അപ്പോൾ രാവിലെ പോയി 10 മണിക്ക് എത്തി 4 മണിക്ക് തിരിച്ചു വരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ജോലികളൊക്കെ അധികം പ്രൊഫഷണലുകളാണ്, പല നിലക്കുള്ള ജോലികളാണ്, ഫുൾ ടൈം ജോലിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിൽ ഫ്ലാറ്റിലൊക്കെ ഒറ്റയ്ക്ക് കുട്ടികളാക്കി പോകുന്ന ആൾക്കാരുണ്ട്. ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അതിലൊരു ഉത്തരവാദിത്തം ആ മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. 1-2 കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാക്കിയിട്ട് പോവുക. അവർ തമ്മിൽ എന്ത് നടന്നാലും എന്താണ്, അവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, നമുക്ക് ജോലിക്ക് പോണത് നിങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണോ? എങ്കിലൊരു ന്യായമുണ്ട്. എന്നാൽ എല്ലാം തരാൻ ഭർത്താവും എല്ലാ വരുമാനങ്ങളും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്തം ഇവിടെ ഇട്ടേച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോവുകയെന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റാണത്. മാത്രമല്ല, അവരുടെ തെർബിയത്ത്, അവരെ സദാസമയങ്ങളിൽ അവരെ കൂടെ നിന്ന് അവർക്ക് മതപരമായിട്ടുള്ള സംസ്കാരവും മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമയും ബാധ്യതയുമൊക്കെ നമുക്കുണ്ടല്ലോ. അതൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ്. വളരെയധികം അപകടകരമായ ഒരു കാര്യമാണെന്ന് വെച്ചാൽ, വളരെ ചെറിയ കുട്ടികളെ അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോവുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. കാരണം ഉപ്പനും ഉമ്മനും, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച്, നിങ്ങളുടെ ഒരു കുട്ടി, ഒരു 5-6 വയസ്സൊക്കെ ആയൊരു കുട്ടി, ആ കുട്ടി രാവിലെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടി പറയണം എന്താ അറിയോ, എനിക്ക് പറ്റണില്ല എന്നാണ്. ഒരു ഉച്ച വരെ ഉമ്മനെ കാണാതെ നിൽക്കാൻ പറ്റണില്ല. അത്രമാത്രം ഉമ്മയുമായി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കുട്ടീനെ നമ്മൾ മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ആ കുട്ടി അനുഭവിക്കുന്നൊരു മാനസിക പ്രയാസം ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മാനസിക ഉല്ലാസം ആണ് നമ്മളെ ജോലിക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടി രാവും പകലും അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസം, അതൊരു പ്രത്യേക പ്രയാസമാണ്. എന്തോ ഒരു ഭയങ്കരമായ ഒരു വിഷമം, അമ്മനെ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ചെറുപ്പത്തിലൊക്കെ ഉള്ള നമ്മുടെ അവസ്ഥ ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ വിഷമം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒരു കുട്ടി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗുരുതരമായിട്ടൊരു പ്രശ്നമാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ അങ്ങനെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റുപാട് നാട്ടിൽ ഇപ്പോൾ ധാരാളം പ്രവാസികളായ ആളുകൾ ചെറിയ മക്കളെ നാട്ടിട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. അവർ നാട്ടിൽ ജോലി ചെയ്തോട്ടെ, ഒരു നാട്ടിൽ ജോലി ചെയ്യട്ടെ.
എന്നിട്ട് എന്ത് ചെയ്യുക, അവർ കുട്ടികളുടെ കൂടെ അവർക്ക് നിൽക്കാൻ പറ്റുമല്ലോ, കുട്ടികളുടെ സംരക്ഷണങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പക്ഷേ ചോദ്യം ഉണ്ടാവും, ഭർത്താവിൻ്റെ കൂടെ താമസിക്കുക. ഭർത്താവിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ കിട്ടേണ്ട അവകാശങ്ങളെ, അവരുടെ സംരക്ഷണത്തെ നമ്മൾ മുഖവിലക്ക് എടുത്തില്ലെങ്കിൽ നമ്മളതിന് വലിയ മറുപടി നമ്മൾ പറയേണ്ടി വരുന്നില്ല. മാത്രമല്ല, ഒരു കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ തോന്നുന്നുണ്ട്. അത് ഇന്ന് നമുക്ക് വിഷമമായി തോന്നുന്നില്ലെങ്കിൽ നാളെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവർക്കും ഒരു വിഷമം തോന്നിക്കൊള്ളണമെന്നില്ല എന്നതാണ്. മാത്രമല്ല, അതൊരു സങ്കടമായി അവശേഷിക്കും. ചെറുപ്പത്തിൽ നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്നും അതിൻ്റെ പരാതി പറയും. ഉമ്മ ഞങ്ങളെ ചെറിയ കുട്ടികളാകുമ്പോൾ ഇവിടെ വീട്ടിലിട്ട് പോയി എന്നാ കുട്ടികൾ ഒരിക്കലും പറയാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. ഇത് ഉത്തരവാദിത്തമാണ്. അള്ളാഹു റസൂൽ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊൻ റഅയ്യത്തിഹി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉത്തരവാദിത്തം. അതിലൊരു ഉത്തരവാദിത്തമായിട്ട് സഹോദരിമാരെ ഏൽപ്പിച്ച കാര്യമാണെന്ത്, വൽ മർഅതു റായിയത്തുൻ ഫി ബൈത്തി സൗജിഹ എന്ന്. ആ വീട്ടിലുള്ള ആളുകളുടെ കാര്യത്തിൽ അവൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം.